ആമേൻ. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മളിന്ന് ചിന്തിക്കുന്ന ദൈവവചനം 126 സങ്കീർത്തനം, അതിൻ്റെ 5-6 വാക്യങ്ങളാണ് വായിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. ആമ കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുകയാണ്. ഏത് വിഷയമാണോ നിന്റെ ജീവിതത്തിൽ നീ കണ്ണുനീരണിഞ്ഞു നിൽക്കുന്നത്, ആ വിഷയത്തിനകത്ത് നിനക്കൊരു ആർപ്പിൻ്റെ കൊയ്ത്തുണ്ട്. എന്ന് വെച്ചാൽ ആ വിഷയത്തിനകത്ത് നീ സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന ദിവസങ്ങൾ വളരെ പെട്ടെന്ന് സംഭവിക്കുകയാണ്. മനുഷ്യൻ വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെടുകയാണ്. വിതയ്ക്കുന്നത് മണി എത്ര വിതയ്ക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു, മണി വിത്തല്ല ചുമന്നുകൊണ്ട് വരുന്നത്, കറ്റ ചുമന്നുകൊണ്ട് വരുമെന്നാണ് ബൈബിൾ പറയുന്നത്. ഹല്ലേലൂയ. നീ ചിലപ്പോൾ ഒരു വിഷയത്തിന് വേണ്ടിയായിരിക്കും പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കുന്നത്, പക്ഷേ നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. വചനപ്രകാരം ഞാൻ പറയട്ടെ, നിങ്ങൾ വീടിൻ്റെ വിഷയങ്ങളായിരിക്കും, ചിലർക്ക് വീടില്ലാത്തത് കൊണ്ടായിരിക്കും, ചിലർക്ക് ഹല്ലേലൂയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കും, കുടുംബ പശ്ചാത്തലത്തിലെ വേദനകളായിരിക്കും, തലമുറകളെ ഓർത്തുള്ള കണ്ണുനീരുകളായിരിക്കും, മനുഷ്യർക്ക് കടഭാരങ്ങൾ കൊണ്ടുള്ള കണ്ണുനീരായിരിക്കും, രോഗങ്ങൾ കൊണ്ടുള്ള കണ്ണുനീരായിരിക്കും, ജോലി മേഖലകൾ, ജോലിയില്ലാത്തതിൻ്റെ കണ്ണുനീരായിരിക്കും. ഏതൊക്കെയോ മേഖലകൾ നമ്മളെ ഇട്ട് അലട്ടുമ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നീ കണ്ണുനീരോടുകൂടെ ചിലത് വിതയ്ക്കുന്നത് നിനക്ക് ആർപ്പിൻ്റെ ഒരു കൊയ്ത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? വിത്ത് ചുമന്നു കരഞ്ഞു വിതച്ചും കൊണ്ട് നടന്നു. വിത്ത് ചുമന്നു കരഞ്ഞു വിതച്ചും കൊണ്ട് നടന്നു. ഹല്ലേലൂയ. ആദ്യം വിത്ത് ചുമന്നു, ഹല്ലേലൂയ, പിന്നെ അതിനെ കരഞ്ഞു, ഹല്ലേലൂയ, പിന്നെ അത് വിതച്ചും കൊണ്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ ഒരു ചുമട് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതുകൊണ്ട് നടക്കുന്ന ഒരു അനുഭവം ജീവിതത്തിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ പറയുകയാണ് വിതച്ചും കൊണ്ട് നടക്കുകയാണ്. കറ്റ വിത്ത് ചുമന്നു കരഞ്ഞു വിതച്ചും കൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ താഴത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഹല്ലേലൂയ, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് നീ മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. ആർത്തും കൊണ്ട് വരുന്നു. അതെ, നോക്ക്, നിനക്ക് കണ്ണുനീരിൻ്റെ ഒരു വിധകാലമുണ്ടെങ്കിൽ ആർപ്പിൻ്റെ ഒരു കൊയ്ത്തിൻ്റെ കാലമുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരിൻ്റെ ഒരു വിധകാലമുണ്ടെങ്കിൽ ആർപ്പിൻ്റെ കൊയ്ത്തിൻ്റെ ഒരു കാലമുണ്ട്. ഹല്ലേലൂയ. ആരൊക്കെയോ വേദനപ്പെടുകയാണ്, തലമുറകളെ ഓർത്ത് വേദനപ്പെടുകയാണ്. ജീവിത വഴികളെ നോക്കി വേദനപ്പെടുക, കണ്ണുനീരൊഴുക്കുകയാണ്. കണ്ണുനീരോടുകൂടെ ചിലർക്ക് വേണ്ടി വിതയ്ക്കുകയാണ്. കണ്ണുനീരോടുകൂടെ തലമുറകൾക്ക് വേണ്ടി വിതച്ചു. ഇന്നും കണ്ണുനീര് മാത്രമാണ് ബാക്കി നിൽക്കുന്നതെങ്കിൽ വിശ്വസിക്കുക, ദൈവം ആർപ്പിൻ്റെ ഒരു കൊയ്ത്ത് വെച്ചിരിക്കുകയാണ്. വിശ്വസിക്കുക. ദൈവം ആർപ്പിൻ്റെ ഒരു കൊയ്ത്ത് വെച്ചിരിക്കുകയാണ്. അതെ, ചില തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ വിത്ത് ചുമന്നു, കരഞ്ഞു, നടന്നു, വിതച്ചും കൊണ്ട് നടന്നു. പക്ഷേ ഇന്നിൻ്റെ നാളുകളിൽ കണ്ണുനീരാണ് ബാക്കിയുള്ളതെങ്കിൽ നിനക്ക് ആർപ്പിൻ്റെ ഒരു കൊയ്ത്തുണ്ട്. നിനക്ക് വിശ്വസിക്കാം, യേശുവിനെ വിശ്വസിക്കാം, യേശുവിൻ്റെ വചനത്തെ വിശ്വസിക്കാം. നിന്റെ വീട്ടിൽ ഒരു കൊയ്ത്തിൻ്റെ ദിവസം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം. യവനായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കൾക്ക് ഭൂതോദ്രവം കാരണം ഞാൻ വളരെ ഭാരപ്പെടുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാറില്ല. ഹല്ലേലൂയ. യവനായ സ്ത്രീ പറയുകയാണ്, ഉടയവരുടെ മേശയിൽ നിന്ന് നുറുക്ക് കഷണങ്ങൾ തിന്ന നായക്കുഞ്ഞുങ്ങൾ ജീവിക്കുന്നുവല്ലോ. യേശു കർത്താവ് പറഞ്ഞു, ഇത്രയും വലിയ വിശ്വാസം ഇസ്രായേൽ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അത് വിശ്വസിക്ക്, തലമുറകളുടെ മേൽ സ്വർഗത്തിൻ്റെ കരം വെളിപ്പെടുമെന്ന്. നീ വിതച്ചതും കരഞ്ഞതും നടന്നതും ദൈവം കണ്ടിട്ടുണ്ടെന്നും ആ നടപ്പിൽ നിനക്ക് അനുഗ്രഹം വെളിപ്പെടുവരുമെന്നും നീ വിശ്വസിക്കുക. ഇതാ വിത്ത് മാത്രമാണ് നീ ചുമന്ന് കരഞ്ഞ് നടന്ന് ചുമന്നുകൊണ്ട് നടന്നത്, വിതച്ചത്. എന്നാൽ കറ്റകൾ തിരിച്ചു കൊണ്ടുവരുന്ന നിലവാരത്തിൽ നിന്റെ വീട്ടിൽ അനുഗ്രഹം വെളിപ്പെട്ടു വരികയാണ്. നീ ആലയത്തിൽ പോകുമ്പോൾ കരഞ്ഞുകൊണ്ടായിരിക്കാം പോയത്. ഹല്ലേലൂയ. നിന്റെ വിഷയങ്ങൾ വിത്തുകൾ പോലെ ചിലത് കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്നതായിരിക്കാം. ഹല്ലേലൂയ. എങ്കിൽ നീ വിശ്വസിക്കുക, നിനക്ക് കറ്റകൾ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു അനുഭവത്തിലേക്ക് നിന്നെ ദൈവം കൊണ്ടുവരാൻ പോകുകയാണ്. രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, രൂത്ത് ബോവസിന്റെ വയലിലേക്ക് ചെന്ന്, ഹല്ലേലൂയ, വയലിലേക്ക് ചെന്ന് മണികൾ പറക്കുകയായിരുന്നു. മണികൾ പറക്കുന്ന സമയത്ത് ബോവസ് അടുത്ത് വന്ന് പറയുകയാണ്, നീ നോക്കൂ, ഇവളെ കറ്റകളുടെ ഇടയിൽ പറക്കുവാൻ അനുവദിക്കുക. ഹല്ലേലൂയ. ബാല്യക്കാരോട് പറയുന്നു, ഇവളെ തുടരുത്. അടുത്ത് പറയുകയാണ്, കറ്റകൾ കൂടെ അവൾക്ക് വലിച്ചിട്ട് കൊടുക്കണം. അവിടുന്ന് പറയുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, അത് ചാറ്റിൽ മുക്കുവാൻ അനുവദിക്കണം.
അനുവാദം കൊടുക്കണം എന്ന് പറഞ്ഞ് അവൾ മടങ്ങി വരുന്നത് കറ്റക്കെട്ടുകളുമായിട്ടാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടാട്ട് യേശുവാകുന്ന ക്രിസ്തുവാകുന്ന വയലിലേക്ക് നീ പ്രവേശിക്കുന്നുവെങ്കിൽ നീ കണ്ണുനീരോടുകൂടെ വിതച്ചതിനെ 30, 60, 100 മേനിയും നിന്റെ വീട്ടിലേക്ക് വരുവാൻ പോകുകയാണ്. അതെ, നീ കണ്ണുനീരോടുകൂടെ വിതച്ചത് നീ വിത്ത് മാത്രമല്ല, മണികൾ മാത്രമല്ല പറക്കുന്നത്. വിത്ത് വിതച്ച് നീ മണിയല്ല പറക്കുന്നത്, വിത്ത് വിതച്ച് നീ കറ്റകൾ പറക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചിലരുടെ വീട്ടിനകത്ത് കറ്റകൾ മടങ്ങി വരട്ടെ. കറ്റകൾ വെളിപ്പെട്ടു വരട്ടെ. വിത്ത് വിതച്ച വിത്തിന് അനുസൃതമായി 30, 60, 100 മേനിയായി വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, നിങ്ങൾ കണ്ണുനീരോടുകൂടെ വിതച്ചത്, നിങ്ങൾ വേദനയോടുകൂടെ വിതച്ചത്, നിങ്ങൾ ദുഃഖത്തിൽ വിതച്ചത് അനുഗ്രഹമാകാൻ പോകുകയാണ്. ചിലരുടെ ജീവിതത്തിൽ രോഗത്തിന്റെ കാഠിന്യത്താൽ ചിലർ കണ്ണുനീരൊഴുക്കുന്നവരുണ്ടാകാം. അവർ നൽകുന്ന എല്ലാ നന്മകളും ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കുകയാണ്. രക്ഷയില്ല. ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുന്നു. ചിലപ്പോൾ കടഭാരങ്ങൾ കൊണ്ട് നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്നവരായിരിക്കാം. ആ കടഭാരങ്ങളെ യേശു നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. കരഞ്ഞുകൊണ്ട് വിതയ്ക്കുന്ന വിത്തുകൾ ഹല്ലേലൂയ കറ്റകളായി പുറത്തു വരാൻ പോകുകയാണ്. അതെ, കറ്റകളായി പുറത്തു വരാൻ പോകുകയാണ്. ഒരു വിത്താണ് നീ വിതച്ചെങ്കിൽ ഒരു കറ്റ വരുമ്പോൾ അതിനകത്ത് അനവധി നന്മകളുണ്ട്. ഇതുപോലെ നിനക്ക് സന്തോഷവും സമാധാനവും അനുഗ്രഹവും വെളിപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത്ഭുതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിന് കർത്താവ് അറുതി വരുത്തുന്നു. യവനായ സ്ത്രീയുടെ മക്കളുടെ ജീവിതത്തെ ചൊല്ലി കരഞ്ഞ അമ്മയ്ക്ക് മറുപടി കൊടുത്ത് ഹല്ലേലൂയ അത്ഭുതം ചെയ്ത യേശു കർത്താവ്, ഹാഗറിന്റെ കരച്ചിൽ കേട്ട് ബാലനെ രക്ഷിച്ച യേശു കർത്താവ് നിങ്ങളെയും രക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കരയുന്നവന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് കരച്ചിലിനെ മാറ്റുന്ന യേശു കർത്താവ്, കരയുന്ന കുരുടന്റെ അടുക്കൽ ഇറങ്ങി വന്ന് കണ്ണ് തൊട്ട് സൗഖ്യമാക്കി യേശു കർത്താവ് നിങ്ങളെയും തൊടുകയാണ്. ഗോഡ് ബ്ലെസ് യു. ജീസസ് നെയിം. ആമേൻ.